അവരെല്ലാം വളരെ പുറകിൽ കൊണ്ടിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഒരു സാഹസത്തിനും ഞാൻ തയ്യാറല്ല. ഈ സിനിമയും പൊളിറ്റിക്സും ഒന്നായിട്ട് ബന്ധമുള്ളതല്ല. നമ്മുടെ വേൾഡിനെ കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ വേൾഡ് ഫേസ് ചെയ്യണത് ഇപ്പൊ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാല് ഗ്ലോബൽ വാർമിംഗ് ആണ്. അപ്പോ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒരു മെയിൻ എഫക്ട് എന്ന് പറയുന്നത് അന്റാർട്ടിക്കയിലെ ഐസ് ഉരുകണാണ്. അപ്പൊ ഞാൻ വിചാരിക്കണത് കേരളത്തിൽ നമുക്ക് ഐസ് ക്യൂബിന്റെ ആവശ്യം വരുന്നില്ല. അത് നമുക്ക് അന്റാർട്ടിക്കയിലേക്ക് തക്കിയാലോ? പോയിന്റ് പിടിയിട്ടില്ലേ രഞ്ജണ്? കുറെ പേര് കത്തില്ല. ഞാൻ ഈ ഐസ് ക്യൂബ് അന്റാർട്ടിക്കയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ കേരള സമൂഹത്തെ നിർബന്ധിതമാക്കുന്ന പുതിയ നിയമത്തിനോട് യോജിക്കുന്ന ആളല്ല. മദ്യവർജനവും മദ്യനിരോധനവും ഒന്നും താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. ഇത് മദ്യം വിഷമാണ് എന്ന് പറഞ്ഞ മഹാത്മാവിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം പ്രവർത്തിക്കുന്ന സാമൂഹ്യ സംരംഭത്തിന്റെ ഭാഗമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനമെന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ നിയമ പരിഷ്കരണങ്ങളോട് യോജിക്കുന്ന ആളല്ല. മദ്യം അടക്കം എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണമാണ് നല്ലത് എന്നാണ് എന്റെ വിശ്വാസം. ഒന്നും നിരോധിക്കുന്നത് കൊണ്ട് ഒന്നും ഇല്ലാതാവുന്നില്ല എന്ന് മനുഷ്യനുണ്ടായ കാലം മുതൽ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു കസർത്താണ് ഇപ്പൊ നടക്കുന്നത്, ഒരു രാഷ്ട്രീയ അതിലേക്കാണ് ഞാൻ വരുന്നത്. വേറൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഇപ്പോ നമ്മുടെ കോളേജിലത്തെ ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു ചുള്ളനായിട്ടൊരു അഫയർ ഉണ്ട്, കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ വേറൊരു ഡാവ് കുറച്ച് കഴിഞ്ഞിട്ട് ആ കുട്ടിയോട് പ്രപ്പോസ് ചെയ്തു. കുട്ടിക്ക് ഭയങ്കര ടെൻഷൻ. നമ്മുടെ പെൺകുട്ടികൾക്കൊരു നേച്ചർ ഉണ്ട്, വീട്ടിൽ പോയ അന്നത്തെ കാര്യം അമ്മോടാ പറയും. അതായത് കട്ട് കോപ്പി പേസ്റ്റ് അമ്മോട് പറയണ്ട, അമ്മോട് പറയാൻ പറ്റണത് അമ്മോട് പറയും. ഇനിയിപ്പോ ഈ ചുള്ളനോട് പറയാൻ പറ്റണത് ചുള്ളനോടും പറയും. അപ്പൊ ആ കുട്ടിയുടെ ടെൻഷൻ ട്രാവൽ ചെയ്തിട്ട് അമ്മയുടെയും ചെക്കന്റെ മനസ്സിലേക്ക് എത്തി ഇല്ലേ? ചെക്കന് ഇത് പോയി അമ്മയുടെ ഛർദ്ദിക്കാൻ പറ്റുമോ? പേട്ട കിട്ടും. പക്ഷെ അമ്മയ്ക്കൊരു ഓപ്ഷൻ ഉണ്ട്. അമ്മ പോയിട്ട് നേരെ ഹസ്ബൻഡിന്റെ അടുത്ത് പോയി പറയും. അപ്പൊ അമ്മയുടെ ടെൻഷൻ കുറഞ്ഞു. ഇപ്പൊ ഈ ടെൻഷൻ പോയി നിൽക്കണ എവിടെയാ? നമ്മുടെ അച്ഛന്റെ ഹൃദയത്തിലും നമ്മുടെ ചുള്ളന്റെ ഹൃദയത്തിലും. ഹൃദയം സ്പോഞ്ച് പോലെയാണ്. അപ്പോ ആ ടെൻഷൻ കളയാനായിട്ട് ലിവറല്ലേ സ്പോഞ്ച് പോലെ? അല്ല, ഇപ്പൊ മാറിണ്ട്, പുണ്യാളല് മാറി സാറേ. തൃശ്ശൂർ ജില്ലയിൽ വേറെയാണ്. അപ്പോ കേരളത്തിലെ പുരുഷന്മാരെ ടെൻഷൻ കളയാനായിട്ട് ഒരു ബാറിക്ക് പോയി 2 അടിച്ചു. ഞാനാ ടൈപ്പല്ലാട്ടാ. കമ്മിങ് ബാക്ക് ടു പോയിന്റ്. അപ്പോ ഈ മദ്യനിരോധനം നമ്മുടെ നൈബറിംഗ് സ്റ്റേറ്റുകൾ ആന്ധ്രാപ്രദേശിൽ മുന്നേ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ എന്തുണ്ടായ ഒരു തേങ്ങ ഉണ്ടായില്ല. നമ്മുടെ ചുള്ളൻ മോദി പ്രൈം മിനിസ്റ്റർ ഗുജറാത്തിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തു. അവിടെ നിന്നിട്ടുണ്ടായ 2009 400 പീപ്പിൾസിന് പ്ലസ് ആയത് വിഷമദ്യ ദുരന്തം. അപ്പൊ ഈ സംഭവം നമ്മുടെ കേരളത്തിലും വന്നു. ഞാൻ പറയട്ടെ ഓക്കെ. അല്ലെങ്കിൽ തീരുന്നവരെ പറഞ്ഞോണ്ടിരിക്കുക, അത് പറ്റില്ല.